ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പം നമുക്കിന്നൊരു ചെടി നടുന്നൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് ചെടികളൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായി വിചാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന്. നമ്മളിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും, അവർ ഇതേമാതിരി നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലത്തെ ചെടി പോയാൽ നമുക്ക് അടുത്ത വീട്ടിൽ പോയി വാങ്ങിച്ചാൽ മതി. അടുത്ത വീട് മീൻസ് നമ്മൾ ഇവിടെ വാടകയ്ക്ക് കൊടുത്ത അവരെടുത്ത് തന്നാൽ കേട്ടോ. അപ്പം ചെടി നടുന്നതിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതുവരെ നട്ടതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുവിധമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചട്ടിയിലൊക്കെ ചകിരി ഉണ്ടല്ലോ, ഈ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചകിരിപ്പൊടി ഇടും എന്നൊക്കെ ഇങ്ങനെ കാണലുണ്ട്. അപ്പം ചകിരിപ്പൊടി ഒന്നും ഇപ്പം എൻ്റെ അടുത്തില്ല. ചകിരി ഇവിടെ നാളികേരം പൊളിച്ച ചകിരി ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ പിച്ച് ചീന്തി അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഇവിടെ ഇവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് മണ്ണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പശിമുള്ള മണ്ണായിട്ടുള്ളത്, ഒട്ടി പിടിക്കുന്ന മണ്ണുള്ള, അപ്പോൾ അതിടും. പിന്നെ കുറച്ച് പൂഴി മണ്ണും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ചാണകപ്പൊടി ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒന്നും എനിക്കറിയില്ല. ഒക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമ്മുടെ ഈ കടലാസ് പൂവിന് ബോഗൻവില്ല എന്നാണ് പറയുന്നത്. ആ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ചെടികളല്ലാതെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോ പേരുകളുണ്ടല്ലോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി നടാനും അതേമാതിരി പച്ചക്കറി നടാനൊക്കെ. പക്ഷെ നമ്മുടെ ഇവിടെ വെയിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവും മീൻസ് കുറച്ചൊക്കെ അച്ഛനെ കുഴിച്ചിട്ടിട്ട് അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവാന്നല്ലാതെ നല്ല അങ്ങനെ പടർന്ന് പന്തലിച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഐഡിയ വിചാരിച്ചെന്താ വെച്ചാൽ ഇലച്ചെടികൾ കുഴിച്ചിടുക. ഇലച്ചെടികൾ കുഴിച്ചിട്ടാൽ നമുക്ക് അധികം അതിന് സംരക്ഷിക്കൊന്നും വേണ്ട, അതങ്ങോട്ട് ഉണ്ടായിക്കോളും, വെള്ളം മാത്രം മതി. ഇതൊക്കെ ഞാൻ തൂങ്ങി ഹാങ്ങിങ് പോട്ടാട്ടോ ഇതൊക്കെ നമ്മൾ ഹാങ് ചെയ്യുന്ന. അതിൽ റോസും റെഡും കളറ് 2 പൂവുണ്ടാവും കേട്ടോ ആ 2 ചെടിയിൽ. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടെ ചെയ്യുന്നത്. പിന്നെ അത് ഒന്ന് ബോളാട്ടോ, അപ്പോൾ അവൻ കളിച്ച് കഴിഞ്ഞപ്പോൾ ഒഴിവാക്കിയായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ വീഡിയോസിൽ. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് മക്കളെ, എൻ്റെ ഫോണൊന്ന് മാറ്റണം. ഇപ്പോൾ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് നല്ല കളറാട്ടോ അതൊക്കെ, ഇങ്ങനെയൊന്നല്ല ഉള്ളത്, എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ വള്ളിയായിട്ട് ഏത് ക്ലൈമറ്റിലും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നല്ല സ്നാക്ക് പ്ലാന്റ് പോലത്തെയാണ്, നല്ല ഭംഗിയുണ്ട് ഇലച്ചെടികൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ വേറൊരു സ്നാക്ക് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിതാ അപ്പം നിങ്ങൾക്ക് കാണാം. ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ. അവിടെ അച്ഛനൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പണിയുണ്ട്, നമുക്ക് കുറച്ച് ഉണങ്ങിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞ കൊണ്ടുവന്നത് കേട്ടോ. അത് അവിടെ പറമ്പിലുണ്ടായതാണ്. ഇത് പിന്നെ അവിടെ ആദ്യമുള്ള സ്നാക്ക് പ്ലാന്റാണ്, മഞ്ഞ. പിന്നെ കുറേ ശവന്നാരി എന്ന് പറയുമല്ലോ, ഈ വൈറ്റും പിങ്കും ഓറഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പിങ്ക് മാത്രമേ ഉള്ളൂ വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ ഇതൊക്കെ ഇതിനും പേരൊന്നും എനിക്കിതൊക്കെ എന്തൊരു ഭംഗി, നമ്മൾ സെയിലെടുത്ത് വരയ്ക്കുന്ന മാതിരി എന്ത് ഭംഗിയ വൈറ്റ് കളറിൽ വര കാണാൻ. അങ്ങനെ കുറച്ച് അടുക്കിപ്പുറക്കലുകളും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചു കേട്ടോ. പിന്നെ ഈ കടലാസ് പൂ പിടിച്ചോ ഇല്ലെന്നല്ലേ, ഞാൻ വെട്ടി കൊടുക്കുമ്പോൾ തിളക്കും, പിന്നെ തുടങ്ങിപ്പോവും. അങ്ങനെ ഇതൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ, നേരിട്ട് കാണാൻ. ഇതൊക്കെ എന്തൊരു ഭംഗിയറിയാം കാണാൻ. ഇങ്ങനെ മഴത്തുള്ളിയൊക്കെ അതിലിങ്ങനെ രാവിലെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ അങ്ങനെ കുറേ നേരം കൊലയിലൊക്കെ വന്നിരിക്കും കേട്ടോ രാവിലെ ഈ ചെടികളൊക്കെ നോക്കിയിട്ട്. ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഒരു ഇതാണ്. ഇതെന്ന് വെച്ചാൽ വേറൊരു കളറാണ് കേട്ടോ, ഒരു പിങ്ക് നല്ല കളറ്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടൗണിൽ പോകുമ്പോൾ ഞാൻ വൈറ്റ് ചട്ടി 2 വാങ്ങിയിട്ട് ഇവിടെ വെക്കണം എന്നുണ്ട്, നമ്മുടെ പടിയിലും പിന്നെ മുകളിലും ഒക്കെ വെക്കണം എന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പൂവിടുന്ന ചെടികളാണ്, ഇലച്ചെടികളെല്ലാം. ഇത് പിന്നെ ഇവിടെ ആദ്യമുള്ള ആനച്ചെവി എന്നാണ് ഇവിടെയൊക്കെ പറയാറ് കേട്ടോ. ഇത് നല്ല കാട് പോലെ ഉണ്ടായിരുന്നു ആ ചട്ടിയിലുള്ളതൊക്കെ പറിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ അതൊരു ഫിഷാണ് നമ്മുടെ. ഇതൊരു നല്ല ഭംഗിയുള്ള ഇലച്ചെടി കേട്ടോ. അതിൻ്റെ വേറൊരു ഇലച്ചെടി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വെള്ളക്കണിക്കൊന്നെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പൂവിടുന്നതിന് വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പം ഇത്രയ്ക്കുള്ള നമ്മുടെ ഇതൊരു തെച്ചാണ്, ഞാൻ അതേപോലെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ അതാ കുറേ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക, വെട്ടി നിരപ്പാക്കി ഷേപ്പാക്കണം. അപ്പോൾ ഈ ശംഖുപുഷ്പം വൈറ്റും ഞാൻ കണ്ടിട്ടുണ്ട്, യെല്ലോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്ലൂ ഉണ്ടത്. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ യൗവനം നിലനിൽക്കും എന്നൊക്കെയാണ് പറയണത്. അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അച്ഛനമ്മ കുടിക്കാറുണ്ട്, നമ്മൾ തന്നെ ഒന്നും കുടിക്കാറില്ല. കുറേ വെട്ടി ഒഴിവാക്കുന്ന പണികളാണ്.
അപ്പോൾ ഇത് ഞാൻ വേറൊരു മോഡലിൽ ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഒരു ആർച്ച് പോലെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ആക്കിയിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാധിക്കുമെന്നറിയില്ല. അതിനെ പറ്റിയിട്ടുള്ള കമ്പികളും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലില്ല. അതൊക്കെ അങ്ങനെ സെറ്റായിട്ട് നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് ഇവിടെ ഈ മുറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിനെക്കാട്ടും താല്പര്യം എനിക്ക് പുല്ല് വളർത്താനാണ് കേട്ടോ. ഈ നല്ല ഭംഗിയുള്ള ഇപ്പത്തിൽ എൻ്റെ പേരൊന്നും എനിക്കറിയാം. അങ്ങനെ ഒരു പുല്ല് വളർത്തുന്നത് എന്ത് ഭംഗിയുണ്ടാവും അല്ലേ കാണാൻ. നമുക്ക് ചെപ്പിടാതെ അങ്ങനെ നടക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഒരുപാട് ചവറുകളുണ്ടായി. അപ്പോൾ അതൊക്കെ അടിച്ച് വരുന്നത് അതാണ് മെയിൻ പരിപാടി. നമ്മൾ എന്ത് ചെയ്താലും വൃത്തിയാക്കി നീറ്റ് മസ്റ്റാണ്. അപ്പം എനിക്ക് പണ്ടേ അങ്ങനെയുണ്ട്, ഭയങ്കര വൃത്തിയാക്കൽ കുറച്ചധികമുള്ള ആളാണ് ഞാൻ. അപ്പം അതൊക്കെ സെറ്റാക്കി അപ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷം. അതൊക്കെ സെറ്റായി വന്നപ്പോൾ ചെടികളൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കിയപ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ നിർത്തരാൻ ആരുമില്ല. അതിൻ്റെ എല്ലാ പാകതകളും ഇതിലുണ്ടായിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിനി ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം വേണ്ടിയിട്ട്. അപ്പം ഇപ്പോഴത്തേനോട് നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം. ഒരുപാട് പേര് വീഡിയോസ് കണ്ടു പോകുന്നുണ്ട്. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തതിന്. ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതിന് എങ്ങനത്തെ വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തൂടെ. പിന്നെ ഒരുപാട് ചെടികൾ ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുഴിച്ചിട്ടതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം മുന്നേ കുഴിച്ചിട്ടതുകൊണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലുണ്ടൊക്കെ വെള്ളറങ്കലിലൊക്കെ പെറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കുറച്ചെണ്ണം കുഴിച്ചിട്ട് ഈ രണ്ടാമത്തെ വരികളിലൊക്കെ ഒന്ന് കുഴിച്ചിട്ടാണ് കേട്ടോ. പിന്നെ സംഭവം ഇല്ലായിട്ട് ഡ്രമ്മ് വരെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ.